കോട്ടയത്ത് നിന്ന് മംഗലാപുരത്തോട്ട് പോകുന്ന ബസ്. പെട്ടെന്ന് എനിക്കൊരു കോള് വന്നു. അതിന്റെ അപ്പനെ കുറച്ച് സീരിയസ് ആയിട്ട് ഇപ്പം ഹോസ്പിറ്റലിലോട്ട് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. തൊട്ട് സൈഡിലിരുന്നിട്ട് ഒരു മനുഷ്യൻ എന്നോട് പെട്ടെന്ന് ചാടിക്കറി പറയാ, മോളെ നീ ഒന്നും പേടിക്കണ്ട കേട്ടോ, നമുക്ക് കൊയിലാണ്ടി ഇറങ്ങാൻ പറ്റത്തില്ല, ആ സ്ഥലം ഭയങ്കര ഒരു ഉൾഗ്രാമമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന്. അപ്പൊ ഞാൻ കൊയിലാണ്ടി എന്ന് പറഞ്ഞോ ഉറക്ക ഫോണിൽ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഈ അടുത്തിരിക്കുന്ന ആൾ എന്തിനത് കേട്ടു എന്ന് ഞാനിങ്ങനെ അന്ന് ആലോചിച്ചു. കോഴിക്കോട് സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങിയ ഉടനെ പുള്ളി എന്നോട് പറഞ്ഞു, എല്ലായിടത്തും ആൾക്കാരുണ്ട്, പോലീസുകാരൊക്കെ സൈഡിലുണ്ട്, ആ കിടക്കുന്ന എന്റെ വണ്ടിയാ, ഞാൻ ആ വണ്ടിയെ കയറി പോവാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കങ്ങ് പാവം തോന്നി, ഷോ ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ പേയ്മെന്റ് കൊടുക്കാൻ നേരത്ത് തപ്പുമ്പം ഇല്ല, പേഴ്സ് കാണാനില്ല. ഓൺ ദ സ്പോട്ട് എനിക്ക് മനസ്സിലായി വണ്ടിയെ വെച്ച ഇയാൾ ഓവർ ആക്ടിങ് ആയിരുന്നു, എന്നോട് ഭയങ്കര സംസാരമായിരുന്നു. ചേട്ടാ ഇയാൾ എന്റെ പേഴ്സ് കട്ടൂന്ന് ഞാൻ പറഞ്ഞു. പുള്ളിയുടെ സകലമാന സാധനം, അണ്ടർവെയർ അടക്കം എല്ലാ സാധനവും തപ്പി കുടഞ്ഞിട്ടു. നോക്കിയിട്ട് സാധനമില്ല. നമ്മുടെ KSRTC ബസ്സിൽ നിന്ന് കണ്ടക്ടറിന്റെ വക ഒരു കോള്, പേഴ്സ് അവിടെ ഉണ്ട്. നാട്ടുകാരെല്ലാം അടിക്കാൻ പാത്രം നിൽക്കുന്നു. ഞാൻ പതുക്കെ ചെറിയ സൗണ്ട് പറഞ്ഞു, ചേട്ടാ ബസ്സിലെ കണ്ടക്ടറെ വിളിച്ച് പേഴ്സ് ഉണ്ടാകത്ത്. ആ നിന്ന് അത്രയും മനുഷ്യരും ഓരോന്നൊക്കെ കുറ്റിയും പറഞ്ഞ് ഇറങ്ങിക്കോളും. ഇങ്ങനൊന്നും ഒരാളോടും കാണിക്കരുതെന്ന് പറഞ്ഞു. പുള്ളി ചാടി തുള്ളി അങ്ങോട്ടൊരു പൊക്കം പോയി. അതേപടി തിരിച്ച് എന്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, നാട്ടുകാരും കണ്ടു, ബസ്സിലെ ആളും കണ്ടു, വഴിയിൽ എന്റെ കൂടെ ഇറങ്ങിയത്. ഇതിന്റെ വിവരക്കേട് കൊണ്ട് ഇത് എവിടെ പോയി ചാടിയാലും ഞാൻ സമാധാനം പറഞ്ഞു. 5 മണിയാകുമ്പോ വീട്ടിലെത്തിച്ചിട്ട് ഞാൻ എന്റെ വഴിക്ക് പോകും. കാണാതെ പോയി കിട്ടിയ ഒരു ജീവിതമാണ് ആ ഇരിക്കുന്ന എന്റെ ഹസ്ബൻഡ്. പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാനൊരു നോട്ടം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഹസ്ബൻഡാണ്.